അനുജ. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. അതെ, അരവിന്ദ് പറഞ്ഞതുപോലെ ഇതൊക്കെ നടക്കുമ്പോഴും ആരോപണങ്ങൾ, ഈ ഡീൽ ആരോപണം വീണ്ടും കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. BJPയെ നോവിക്കാൻ മുഖ്യമന്ത്രിക്ക് വയ്യെന്ന് ഷാഫി പറമ്പിൽ MP. ഡീല് വളരെ പ്രകടമാണെന്നും ഷാഫി. ആ ഡീൽ VD സതീശന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ലെന്നും ഷാഫി പറമ്പിൽ 24-നോട് പറഞ്ഞു. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. 5 പതിറ്റാണ്ടായി ഈ മണ്ഡലം LDFന്റെ കയ്യിലാണ്. ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് മയിലാണ് ഈ തിരക്ക്. വരുന്നവരുടെയും പ്രവർത്തകരുടെയും തിരക്ക് മാത്രമല്ല, റോഡിന്റെ ഇരുവശം കാണുന്ന ജനങ്ങളുടെ തിരക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതേതാ, എല്ലാ കോട്ടകളും കെട്ടുന്നതും ജനങ്ങളാണ്, പൊളിക്കുന്നതും ജനങ്ങളാണ്. അവരെക്കാൾ വലിയ ശക്തിയാണ് അധികാരത്തിലിരിക്കുന്നവരെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ ജനങ്ങൾ തിരുത്തുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. പാലക്കാട് ഉൾപ്പെടെ പാലക്കാട് CPM-ഉം BJP-യുമായി ഡീലെന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് VD സതീശൻ 2006-ൽ BJP-യുമായി ഡീലുണ്ടായിരുന്നെന്നാണ്. ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഗോൾവാക്കിയുടെ ചിത്രത്തിൽ ദീപം തെളിയിക്കുന്നത് കണ്ടായിരുന്നു. മുഖ്യമന്ത്രി G. സുധാകരനെ സംബന്ധിച്ച് ഉപയോഗിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടോ? സ്വതന്ത്രനായി പാർട്ടിക്കെതിരെ കലഹിച്ച G. സുധാകരനെതിരെ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടോ? സിറ്റിംഗ് LDF MLA CC മുകുന്ദൻ BJP-യിൽ പോയി മത്സരിക്കുക. ഇപ്പം ഒരു പ്രശ്നവും മുഖ്യമന്ത്രിക്കില്ലല്ലോ. BJP-യെ വേദനിപ്പിക്കാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് കഴിയില്ല. അത് അവരുടെ ഡീലിന്റെ ഭാഗമാണ്. BJP ജയിച്ചാലും ശരി, കോൺഗ്രസ് ജയിക്കരുത്. BJP-ക്ക് കുറച്ച് സീറ്റ് കിട്ടിയാലും ശരി, അവർക്ക് അധികാരത്തിൽ തുടരണം. ഇത് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായി. കൂർലോസ് തിരുമേനി കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരാളൊന്നുമല്ലല്ലോ. അദ്ദേഹം ഗവൺമെന്റിന്റെ പല ചെയ്തികളെയും മുമ്പ് സപ്പോർട്ട് ചെയ്യുന്നത് പോലും നമ്മൾ കേട്ടിട്ടില്ലേ? സച്ചിദാനന്ദൻ കോൺഗ്രസ് ആണോ? സാര ടീച്ചർ കോൺഗ്രസ് ആയി മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളാണോ? അപ്പം നിങ്ങൾ ആലോചിക്കുക, കുഞ്ഞികൃഷ്ണനെ പോലെ TKGയെ പോലുള്ള ആളുകൾക്ക് പാർട്ടിയിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. BJP പോകുന്നവരോട് യാതൊരു കുഴപ്പവും CPM-ന് ഇല്ലാതാവുന്നു. ഡീല് വളരെ പ്രകടമാണ്, വളരെ വ്യക്തമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ട ഡീലാ. പക്ഷെ അവരുടെ പ്രവർത്തകർ പോലും ഉൾക്കൊള്ളില്ല. ആ ഡീലുണ്ട്, അത് VD സതീശന്റെ മേലെ കെട്ടിവെച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഡീല് ജനങ്ങൾ തകർക്കും. ഞങ്ങളുടെ ഡീല് ജനങ്ങളുമായിട്ടാണ് പറയുന്നത്. ജനങ്ങളുമായിട്ടാണ് UDF-ന് ഡീലുള്ളത് എന്നാണ്. ആ വലിയ കോട്ടകളൊക്കെ തന്നെ ജനങ്ങൾ പൊളിക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഷാഫി പറമ്പിലും UDF സ്ഥാനാർത്ഥിയും. തളിപ്പറമ്പിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.